അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് ഒരു വിവരം കിട്ടുന്നുണ്ട്. ഇന്നാലിന്ന സ്ഥലത്ത് നാട്ടിൽ ഒരു മഹാനുണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഹദീസുണ്ട് എന്ന് കേൾക്കലോടുകൂടെ ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പോവുകയാണ്. മഹാന്മാരുടെ, ഹദീസ് പണ്ഡിതന്മാരുടെ, മദ്ഹബിൻ്റെ ഇമാമിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു ഇൽമിന് വേണ്ടി, ഒരു ഹദീസിന് വേണ്ടി എത്രമാത്രം അവർ കഷ്ടപ്പെട്ട് യാത്രകൾ ചെയ്ത് ത്യാഗങ്ങൾ സഹിച്ച് തൻ്റെ സ്വത്തുക്കളൊക്കെയും അതിനു വേണ്ടി ചെലവ് ചെയ്ത്, ചിലപ്പോൾ കേവലം ഒരു ഹദീസിന് വേണ്ടി ആയിരിക്കാം എത്രയോ നാളുകൾ അവർ സഞ്ചരിച്ച് യാത്ര ചെയ്തത്. അങ്ങനെ ഒരു സംഭവമാണ് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇന്നാലിന്ന സ്ഥലത്ത്, ഒരു വിദൂര സ്ഥലത്ത് അവിടെ ഒരു ഹദീസ് ഉണ്ട്, ഒരാളെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ബഹുമാനപ്പെട്ടവർ അവിടെ പോവുകയാണ്. ഒരേ യാത്രകളൊക്കെ ചെയ്ത് അദ്ദേഹത്തിനെ കണ്ടുമുട്ടുകയാണ്. ഇതുവരെ ബഹുമാനപ്പെട്ടവർക്ക് അദ്ദേഹത്തിന് പരിചയമുണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയപ്പോൾ ആ മഹാന് നായ്ക്കൾക്ക് കുറച്ച് ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കുന്ന ആ തിരക്കിലായിരുന്നു. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനേക്ക് സലാം പറഞ്ഞു. അപ്പോൾ ആ മഹാന് ബഹുമാനപ്പെട്ടവർക്ക് സലാം അടക്കുകയും പക്ഷേ വേറൊന്നും ബഹുമാനപ്പെട്ടവരുടെ ഭാഗത്തിലേക്ക് തിരിഞ്ഞില്ല. അദ്ദേഹം ഏറ്റവും വലിയ കാര്യമായിട്ട് കണ്ടത് നായ്ക്കളേക്ക് ഭക്ഷണം നൽകുന്നതാണ്. അത് കുറേ നേരം ഇങ്ങനെ ചെയ്താണ്. പക്ഷെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇത്ര ദൂരം കഷ്ടപ്പെട്ട് ഒരു ഹദീസിന് വേണ്ടി ഓടിയെത്തി ഇവിടെ ആവുമ്പോഴോ എന്നൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് മനസ്സിലാക്കിയപ്പോൾ മനസ്സിന് എന്തോ ഒരു വേജാറ് തോന്നി. അങ്ങനെ കുറേ സമയങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം, നായ്ക്കളൊക്കെ തൃപ്തിയായതിന് ശേഷം, ആ നായ്ക്കളൊക്കെയും പോയതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാഗത്തിലേക്ക് അദ്ദേഹം ഇങ്ങനെ തിരിയുകയാണ്. അപ്പോൾ എന്നിട്ട് ആ മനുഷ്യൻ ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, നിങ്ങൾക്ക് വിഷമം തോന്നിയല്ലേ ഞാൻ നിങ്ങളെ ഭാഗത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധിക്കാത്തത്? അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അതെ. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു ഹദീസുണ്ട്. ആ മഹാന് മുത്തുനബിയുടെ ഒരു ഹദീസ് അവിടെ നിന്ന് വിവരിക്കുകയാണ്. അതായത് ഒരാളുടെ ആഗ്രഹത്തിന് മുറിച്ചാൽ, ഒരാളുടെ കൊതിയെ നാം മുറിച്ചാൽ നാളെ ആഖിറത്തിൽ അതിൻ്റെ പേരിൽ റബ്ബ് ചോദിക്കും എന്നുള്ളൊരു ഹദീസ് അദ്ദേഹത്തിൻ്റെ വായിലൂടെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. ഇതുവരെ കേൾക്കാത്തൊരു ഹദീസാണ്. എന്നിട്ട് ആ മഹാൻ പറയുന്നു, ഈ നായ്ക്കൾ ഇത് ഇവിടെ എവിടെയും ഇല്ലാത്ത നമ്മുടെ നാട്ടിൻ്റെ നായ്ക്കളൊന്നുമല്ല, എനിക്ക് പരിചയമില്ലാത്തതാണ്. അപ്പം ഇത് ഇങ്ങോട്ട് വന്നത് ഭക്ഷണത്തിന് തേടിയിട്ടാണ്. അപ്പം ഞാൻ ഭക്ഷണം കൊടുക്കുമ്പോൾ അത് വല്ലാത്ത ആർത്തിയോടുകൂടെ, വല്ലാത്ത കൊതിയോടുകൂടെ തിന്നുന്നത് കണ്ടപ്പോൾ പാവം അത് നല്ല വിശപ്പിലായിരുന്നു. അപ്പം ആ സമയത്ത് അതിൻ്റെ കൊതിയെ, അതിൻ്റെ ആഗ്രഹങ്ങളെ ഞാൻ മുറിച്ചാൽ നാളെ റബ്ബിൻ്റെ അടുക്കൽ ചോദ്യം അതല്ലേ നേരത്തെ പറഞ്ഞ ഹദീസ്. അപ്പം നായ്ക്കളെ ആഗ്രഹം പോലും മുറിക്കാൻ പാടില്ല എന്നല്ലേ, അതിന് തടസ്സം വരുത്താൻ പാടില്ല എന്നല്ലേ ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കാത്തത് എന്ന് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് വന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നത്, നിങ്ങളെ കയ്യിൽ നിന്ന് ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടിയാണ് വന്നത്. അൽഹംദുലില്ലാ, ഞാൻ വന്നത് തൃപ്തിയായി, ഇത് മാത്രം മതി എനിക്ക് ഹദീസ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹംബൽ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് തിരിഞ്ഞു പോവുകയാണ്. വലിയൊരു ഉപദേശമാണ്, വലിയൊരു സന്ദേശമാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം പഠിക്കാൻ അവൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.